ഗുഡ് മോർണിംഗ് രഞ്ജിത്ത്, നമസ്തേ. ഇന്ന് നവംബർ 1, കേരള പിറവി ദിനം. എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ നമസ്കാരം. ഇന്ന് നമ്മൾ അഭിമാനത്തോടെ ആചരിക്കുന്നത് നമ്മുടെ പ്രിയപ്പെട്ട കേരള പിറവി ദിനമാണല്ലോ. 1986 നവംബർ 1 3 പ്രവിശ്യകളായ മലബാർ, കൊച്ചിൻ, തിരുവിതാംകൂർ എന്നിവ ഒന്നിച്ചു ചേർന്ന് രൂപം കൊണ്ടതാണ് നമ്മുടെ കേരളം, ദൈവത്തിൻ്റെ സ്വന്തം നാട്. കേരളം പ്രകൃതി സൗന്ദര്യത്താൽ മാത്രമല്ല, മനുഷ്യ സ്നേഹത്താലും സംസ്കാരത്താലും ആത്മീയ തലത്താലും പ്രസിദ്ധമാണ്. ഭാഷയും സാഹിത്യവും കലയും ജ്ഞാനവും സേവാഭാവവുമൊക്കെ സേവന സമ്പന്നമായ നമ്മുടെ മലയാളി ആത്മാവ്. എല്ലാവർക്കും യോഗ പ്രാണവിദ്യയുടെ ശിരസ്സ് കുനിഞ്ഞ നമസ്കാരം. കേരളം ഒരു ഭൂമിശാസ്ത്ര പരിധി മാത്രമല്ല, അത് ഒരു വ്യത്യസ്തമായ സംസ്കാരമാണ്, ഒരു മനോഭാവമാണ്, ഒരു ജീവിത തത്വം കൂടിയാണ്. സ്നേഹം, സഹിഷ്ണുത, സൗഹൃദം, സേവാഭാവം ഇവയാണ് നമ്മുടെ മലയാളിയുടെ അടിസ്ഥാനം. നമ്മുടെ ഭാഷയുടെ മാധുര്യം, കലയുടെ പാരമ്പര്യം, വിദ്യാഭ്യാസത്തിൻ്റെ പുരോഗതി, സ്ത്രീ ശാക്തീകരണങ്ങളിലൂടെയുള്ള വളർച്ച എല്ലാം കൂടി കേരളത്തിൽ ലോകം മുഴുവൻ ശ്രദ്ധിക്കുന്ന ഒരു മാതൃക സംസ്ഥാനമാക്കി. പക്ഷേ അതിനൊപ്പം നമ്മളെല്ലാവരും ഓർക്കേണ്ടത് കേരളത്തിൻ്റെ യഥാർത്ഥ സൗന്ദര്യം നമ്മുടെ മനുഷ്യ സ്നേഹത്തിലാണ്. പ്രകൃതിയോട്, സഹജീവികളോട്, ആത്മാവിനോട് ചേർന്ന് ജീവിക്കുന്ന ഒരു ജീവിതം തന്നെയാണ് ഈ നാടിൻ്റെ ആത്മാവ്. കേരളപ്പിറവി നമുക്ക് നൽകുന്ന ഏറ്റവും വലിയ പാഠം പുതുജന്മം, പുനർജന്മം, ആത്മീയ ഉണർവ് എന്നതാണ്. നമ്മിൽ ഓരോരുത്തരും ഇന്ന് നമ്മുടെ ഉള്ളിലെ കേരളം തിരിച്ചറിയട്ടെ. സ്നേഹത്തിൻ്റെ, സഹകരണത്തിൻ്റെ, പ്രകാശത്തിൻ്റെ ഒരു ലോകം നമുക്ക് നിർമ്മിക്കാം. കേരളം എത്ര മനോഹരമാണ്! കേരളം മനോഹരമാകുന്നത് ഭൂമിയിൽ മാത്രമല്ല, മനുഷ്യനാലും കൂടെയാണ്. ആ സ്നേഹവും ഐക്യവും നമുക്ക് നിലനിർത്താം. എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ കേരളപ്പിറവി ആശംസകൾ. രഞ്ജിത്ത്, തൃശ്ശൂർ, യോഗ പ്രാണവിദ്യ ഇൻസ്ട്രക്ടർ, വർക്കിംഗ് അണ്ടർ the Inner Sciences India Trust on behalf of Mahatma Chowataji Nashara. Thank you. Namaste.